Welcome back, my dear students, on a new lecture on number theory. നമ്മൾ സ്യൂഡോ പ്രൈംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ 561 ഒരു അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആണെന്ന് നമ്മൾ പറഞ്ഞു. There are some other pseudo primes, absolute pseudo primes. They are 1105, 2821 and 15841. ഇതെല്ലാം അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഏറ്റവും ചെറിയ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസ് ഈസ് 561. 561-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ദീസ് ആർ സം തിങ്സ് വിച്ച് യു ഷുഡ് റിമെമ്പർ. അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസ് എല്ലാം സ്യൂഡോ പ്രൈംസ് ആയതുകൊണ്ട് തന്നെ all these are examples of pseudo primes as well for any base. ഓക്കെ, അപ്പം ഇത് സ്യൂഡോ പ്രൈംസിൻ്റെയും അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസിൻ്റെയും കോമൺ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഈസ് സ്യൂഡോ പ്രൈംസിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് സ്യൂഡോ പ്രൈംസിൻ്റെ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസിൻ്റെ ചില പ്രോപ്പർട്ടീസ് ആണ്. നമുക്കൊരു റാൻഡം നമ്പർ തന്നിട്ട് അത് അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പോൾ നമ്പർ സ്യൂഡോ പ്രൈം അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചില പ്രോപ്പർട്ടീസ് പഠിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഇല്ലാത്ത നമ്പേഴ്സ് ഒന്നും എന്തല്ല അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം അല്ല. ദാറ്റ്സ് ദി ഐഡിയ. അപ്പോൾ ഒരു നമ്പർ തന്നിട്ട് അത് സ്യൂഡോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം സ്യൂഡോ പ്രൈംസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താണ്. ഏതെങ്കിലും പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല സ്യൂഡോ പ്രൈം ആകും. ഇനിയും എല്ലാ പ്രൈംസും എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്യൂഡോ പ്രൈം ആകാനുള്ള സാധ്യതയുണ്ട്, അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും സ്യൂഡോ പ്രൈം ആണെന്ന് പറയുന്നില്ല. then we have to check. Okay, that's why we are discussing about the properties of absolute pseudo primes. The first property is an absolute pseudo prime is square free. Absolute pseudo prime-ന്റെ അകത്ത് ഒരു നമ്പറിൻ്റെ സ്ക്വയറും ഉണ്ടാകും. ഒരു നമ്പർ സ്ക്വയർ ഫ്രീ ആകണമെന്ന് പറയണമെങ്കിൽ there exists no squares which divides that number. ഒരു നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ടും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സ്ക്വയർ ഫ്രീ എടുക്കുന്നത്. ഇപ്പോൾ 15 എടുത്തു. 15 ഈസ് സ്ക്വയർ ഫ്രീ കാരണം 15 ഈസ് ആക്ച്വലി 3 into 5. ഓക്കെ, ഇതിൻ്റെ അത് സ്ക്വയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഒരു നമ്പർ സ്ക്വയർ ഫ്രീ ആകണമെങ്കിൽ there is another condition. അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും പവർ 1 ആയാണ്. ഇപ്പോൾ 4 എടുക്കുന്നു. 4 ഈസ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ കൊണ്ട് ഇത് ഡിവിസിബിൾ ആണ്. സോ വിച്ച് മീൻസ് ഇത് സ്ക്വയർ ഫ്രീ അല്ല. ഓക്കെ, ലെറ്റ്സ് സേ 24 ഈസ് ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3. അപ്പോഴും ഇതിനെ 2 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സ്ക്വയർ ഫ്രീ അല്ല. അപ്പോൾ ഈ നമ്പർ സ്ക്വയർ ഫ്രീ ആകണമെങ്കിൽ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ടും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഓർ ഇൻ അതർ വേർഡ്സ് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുമ്പോൾ അതിനെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും പവർ മാക്സിമം 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 8 എടുക്കുകയാണെങ്കിൽ 8 ഈസ് 2 ക്യൂബ്. ഇതെന്തല്ല സ്ക്വയർ ഫ്രീ അല്ല, 2 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ക്വയർ ഫ്രീ എല്ലാത്തിൻ്റെ റീസൺ എന്താ, ഇവിടെ 2-ൻ്റെ പവർ എന്താണ്, 3 ആണ്, 1-നെക്കാട്ടിലും കൂടുതൽ. സോ 2 into 5 10 എടുത്തു, വിച്ച് ഈസ് സ്ക്വയർ ഫ്രീ കാരണം 2-ൻ്റെ പവർ 1 ആണ്, 5-ൻ്റെ പവർ 1. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമിൻ്റെ പവേഴ്സ് 1 വരും. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് 3 into 5 15 എടുത്തു, 3 into 7 വിച്ച് ഈസ് 21. ഇവയെല്ലാം സ്ക്വയർ ഫ്രീ ആണ് കാരണം ഇതിൻ്റെ അകത്തെല്ലാം പ്രൈമിൻ്റെ മാക്സിമം പവേഴ്സ് 1 വരും. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സ്ക്വയർ ഫ്രീ എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ ഈസ് ദാറ്റ് സ്ക്വയർ ഓഫ് എനി നമ്പർ ഷുഡ് നോട്ട് ഡിവൈഡ് ദാറ്റ് നമ്പർ. അങ്ങനെയുള്ള നമ്പേഴ്സാണ് സ്ക്വയർ ഫ്രീ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുമ്പോൾ എല്ലാ പ്രൈമിൻ്റെയും പവേഴ്സ് 1 ആയിരിക്കണം, എക്സാക്ട്ലി 1 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സ്ക്വയർ ഫ്രീ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്, അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസ് എല്ലാം സ്ക്വയർ ഫ്രീ ആണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനെ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആയിട്ടുള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിനെ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് ഒന്നും എന്തല്ല, absolute pseudo prime അല്ല.
സോ ഈ 2 സ്ക്വയർസ് അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം അല്ല, 24 അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം അല്ല, 8 അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം അല്ല, ഇവയൊന്നും എന്തല്ല അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം അല്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ റിസൾട്ട്. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യണം. സോ അസ്യൂം ദാറ്റ് n is an absolute pseudo prime. പ്രൂഫ് ആദ്യം assume that n is an absolute pseudo prime. Okay, which means that a raised to n congruent to a model for all a raised to n congruent to a model എന്നാണ് for every integer a. ഇതാണ് നമുക്ക്. സോ നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n is square free, n സ്ക്വയർ ഫ്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ n സ്ക്വയർ ഫ്രീ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ k സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ് n എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സോ അല്ലെങ്കിൽ if k square divides n, then we get a contradiction എന്ന് പ്രൂവ് ചെയ്താൽ. ഓക്കെ, കാരണം നമുക്ക് സ്ക്വയർ ഫ്രീ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ടും എന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ട് എന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ നമ്മുടെ അസംഷൻ എന്താണ്? തെറ്റാണ്. അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള അസംഷൻ തെറ്റായിപ്പോയി. സോ ഒരു നമ്പർ കൊണ്ടും സ്ക്വയർ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കിട്ടി. സോ ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു പ്രൂവ്. അപ്പോൾ ഒരു കെ സ്ക്വയർ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ അസ്യൂം ദാറ്റ് കെ സ്ക്വയർ ഡിവൈഡ്സ് n. ഓക്കെ, അപ്പം വേർ കെ ഈസ് സം പോസിറ്റീവ് നമ്പർ. ഓക്കെ, നമ്മൾ n അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആകുമ്പോൾ a raised to n congruent to a mod n for every n. Every a, choose a is equal to k. So since n is an absolute pseudo prime, okay, it's a pseudo prime to the base k. Base k ഉള്ള pseudo prime, that is k raised to n congruent to k mod n. Okay, now k square divides n ആയതുകൊണ്ട് this inequality can be written as k raised to n congruent to k mod k square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇത് കോൺക്രുവൻറ്റ് ടു മോഡ് n ആണെങ്കിൽ എന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും ഇങ്ങനെ നമുക്ക് കോൺക്രുവൻസ് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം കെ റൈസ് ടു എന്നിനെ ഡിവൈഡ് ചെയ്യുമ്പോഴും കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കെയെ കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിമൈൻഡർ എന്താണ്? സെയിം ആണ്. ഓക്കെ, n ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് കെ റൈസ് ടു എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് കെ സ്ക്വയർ വരും. അപ്പോൾ കെയുടെ പവേഴ്സ് 2-നേക്കാട്ടിലും കൂടുതലാണ്. ദാറ്റ് ഈസ് കെ സ്ക്വയർ ഡിവൈഡ്സ് കെ റൈസ് ടു n. അതായത് കെ റൈസ് ടു n കോൺക്രുവൻറ്റ് ടു എന്താണ്? 0 മോഡ് കെ സ്ക്വയർ. ഓക്കെ, കാരണം n ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇപ്പോൾ കെ റൈസ് ടു എന്ന് വെച്ചാൽ മിനിമം ഒന്നുകിൽ കെ സ്ക്വയർ, അല്ലെങ്കിൽ കെ ക്യൂബ്, അല്ലെങ്കിൽ കെ റൈസ് ടു 4, അല്ലെങ്കിൽ കെ റൈസ് ടു 5 ഇങ്ങനെ വരും. ഇതിനെല്ലാം കെ സ്ക്വയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ്? കെ റൈസ് ടു എന്നിനെ കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കെ റൈസ് ടു n കോൺക്രുവൻറ്റ് ടു എന്താണ്? 0 മോഡ് കെ സ്ക്വയർ എന്നൊക്കെ എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോൾ കെ റൈസ് ടു എന്നിനെ കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 0. അതേ റിമൈൻഡർ തന്നെയാണ് കെയെ കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. കാരണം ഈ റിസൾട്ട് ട്രൂ ആണ്. ദാറ്റ് ഈസ് കെ കോൺക്രുവൻറ്റ് ടു 0 മോഡ് കെ സ്ക്വയർ. കാരണം എന്താണ്? കെ റൈസ് ടു എന്നിൻ്റെയും കെയുടെയും കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ ഇൻഇക്വാലിറ്റി, ഈ കോൺക്രുവൻസ് ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ റൈസ് ടു 1. ഇത് പോസിബിൾ അല്ല. കെ സ്ക്വയർ കെ റൈസ് ടു 1 ഒരിക്കലും എന്ത് ചെയ്യില്ല? ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, കാരണം ഇതിൽ നിന്നാണ് ഇത് എഴുതുന്നത്. കെ കോൺക്രുവൻറ്റ് ടു 0 മോഡ് കെ സ്ക്വയർ എന്ന് വെച്ചാൽ മീനിങ് കെ സ്ക്വയർ ഡിവൈഡ്സ് കെ റൈസ് ടു 1 എന്നുള്ളതാണ്.
സോ എൻ്റെ അസംഷൻ തെറ്റിപ്പോയി. ദാറ്റ് ഈസ് കെ സ്ക്വയർ ഡിവൈഡ്സ് എന്നുള്ള അസംഷൻ തെറ്റിപ്പോയി. സോ കെ സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് എൻ. ഹിയർ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, സോ ഒരു കെ സ്ക്വയർ എന്തിനെ ഡിവൈഡ് ചെയ്യത്തില്ല, നമ്മുടെ നമ്പർ എന്തിനെ ഡിവൈഡ് ചെയ്യത്തില്ല. സോ എൻ ഈസ് സ്ക്വയർ ഫ്രീ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആണ്, ഇതിൻ്റെ സ്ക്വയർ ഫ്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഒരു കെ സ്ക്വയർ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടി വിച്ച് ഇംപ്ലൈസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ റൈസ് ടു 1 വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. സോ അവർ അസംഷൻ ഈസ് റോങ്. സോ കെ സ്ക്വയർ ഡിവൈഡ് ചെയ്യുന്നുള്ള അസംഷൻ തെറ്റാണ്. സോ കെ സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് എൻ വിച്ച് മീൻസ് ദാറ്റ് എൻ ഈസ് സ്ക്വയർ. സോ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസ് എല്ലാം സ്ക്വയർ ഫ്രീ. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.